ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ എത്തിയത് പാലക്കാടിന്റെ സ്വന്തം MLA ആയ ഷാഫി പറമ്പിലായിരുന്നു. 20 സീറ്റുകളിലും വിജയിക്കണമെന്ന UDFന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പാലക്കാട്ടെ MLA ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ KK ശൈലജ ടീച്ചർക്കെതിരായി മത്സരിപ്പിച്ചത്. കടുത്ത പോരാട്ടത്തിന്റെ ഒടുവിൽ 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ച വടകരയുടെ MP ആയി പാർലമെന്റിലേക്ക് പോകുന്നത്. ഈ സാഹചര്യത്തിൽ പല ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഇനി വരുവാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ്. നഗരസഭയടക്കം BJPക്ക് വ്യക്തമായ വേരുള്ള നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. ശ്രീധരൻ മത്സരിച്ച സമയത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ട് ഷാഫി പറമ്പിൽ വിജയിച്ച് മുന്നേറിപ്പോയത്. എന്നാൽ ഈ തവണ ഷാഫി പറമ്പിൽ മത്സരിക്കാത്തത് കൊണ്ട് തന്നെ BJPക്ക് പ്രതീക്ഷ ഏറെയാണ്. അതുകൊണ്ട് ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിക്കൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്ത് രാജഗോപാലിന് ശേഷം നിയമസഭയിലേക്ക് BJPയുടെ ഒരു നേതാവിനെ, ഒരു MLAയെ കടത്തിവിടണമെന്ന കണക്കുകൂട്ടൽ കൂടി BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് പാലക്കാട് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുവാൻ BJP തയ്യാറെടുക്കുമ്പോൾ ഷാഫി പറമ്പിലിന്റെ കുത്തക മണ്ഡലമായ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കുമെന്ന ചോദ്യം ശക്തമായി തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു സ്വകാര്യ ചാനലിന് ഷാഫി പറമ്പിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. UDF അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കും, BJPക്കെതിരെ ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കും, നിശ്ചയമായും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ ആയിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് UDF പരിഗണിക്കുക എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞതോടുകൂടി ഷാഫി പറമ്പിലിന്റെ സന്തത സഹചാരിയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലേക്കായി പിന്നീട് ചർച്ചകളെല്ലാം. പാലക്കാട്ടെ MLA ആയ ഷാഫി പറമ്പിലിന്റെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി വടകരയിൽ നേതൃത്വം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടും ശക്തമായി തന്നെ പല പരിപാടികൾക്കും പങ്കെടുക്കാറുണ്ട്. കൂടാതെ ഷാഫി പറമ്പിലിന്റെ വ്യക്തിപ്രഭയിലൊപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ സ്പോക്ക് പേഴ്സൺ കളത്തിലിറങ്ങുന്നതോടുകൂടി ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ജനസ്വീകാര്യത വോട്ടുകളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 3 ഇരട്ടിയിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകളൊക്കെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട്ടെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് നിലവിലത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടമായിരിക്കുമെന്ന് വ്യക്തമാകുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടം തന്റെ മനസ്സ് തുറക്കുന്നത്. ഒന്ന്, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ആലോചന ആരംഭിച്ചിട്ടില്ല. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവർ ഒന്ന് ഇരുന്ന് അതിനുശേഷമാണല്ലോ സ്വാഭാവികമായിട്ട് തീരുമാനങ്ങളിലേക്ക് വരിക. ഇതുവരെ അവർ അങ്ങനെ ഒന്ന് ഇരുന്നിട്ട് കൂടിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാലക്കാടിന്റെ ശബ്ദമാകുവാൻ കഴിയുന്ന, കേരളത്തിൽ പൊതുവായിട്ടുള്ള വിഷയങ്ങളെല്ലാം എതിർക്കുവാൻ കഴിയുന്ന ഒരാൾ വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളൊരു യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുക ചെറുപ്പക്കാരൻ വരട്ടെ എന്നാണ്. ആ എതിർപ്പും പുറത്തുനിന്ന് നിങ്ങൾ കേൾക്കുന്ന വാർത്തയാണ്. ആ എതിർപ്പിന്റെ വാർത്തയ്ക്ക് അടിസ്ഥാനം ഇല്ലാത്തത് എന്റെ പേര് കേൾക്കുന്നു എന്ന വാർത്തയ്ക്ക് അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ്. പാലക്കാട് സെറ്റിംഗ് സീറ്റാണ്. BJPയുമായിട്ട് മത്സരമുള്ള ഒരു മണ്ഡലമാണ്. BJPയുമായിട്ട് മത്സരം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് 9,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടുത്തെ സെക്കുലർ ജനത കമ്മ്യൂണിറ്റി പാലക്കാട്ടെ UDFന് കൊടുത്തിട്ടുണ്ട്. ശ്രീധരൻ വന്നപ്പോഴാണ് ഏറ്റവും വലിയ മത്സരം നടന്നത്. അതിനെയും പാലക്കാട്ടെ ജനങ്ങൾ സെക്കുലറായി തന്നെ അതിജീവിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനെയും ഒരു തർക്കവും വേണ്ട, കോൺഗ്രസ് UDF ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യും. അവിടെ BJP ജയിക്കില്ല. രാഹുൽ മാങ്കൂട്ടം പറയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇതുവരെയും പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ ചർച്ചയ്ക്ക് വേണ്ടി ഒരു വേദി പോലും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി താനാണ് എന്ന ഒരു വാർത്ത പരക്കുന്നത്? അതിൽ താൻ ഭാഗവാക്കല്ല. ഒപ്പം ഷാഫി പറമ്പിൽ പറഞ്ഞ പാലക്കാട്ടെ UDFന്റെ സ്ഥാനാർത്ഥി ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കുമെന്ന് പറഞ്ഞതിന് മറുപടിയും രാഹുൽ മാങ്കൂട്ടം നൽകുന്നുണ്ട്. സ്വാഭാവികമായും ഷാഫി പറമ്പിലും താനുമൊക്കെ യുവജനങ്ങളുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് പാലക്കാട്ടെ നിയമസഭാ മണ്ഡലത്തിലേക്ക് ഒരു UDF സ്ഥാനാർത്ഥി വന്നാൽ അത് ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതിനോടൊപ്പം അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് നിയമസഭാ സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണഗണങ്ങളാണ്.
അത് ഒരു സിറ്റിംഗ് MLA എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം എന്ന തന്നിലേക്കല്ല വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതോടുകൂടി അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമാവുകയാണ്. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട്ടെ നിയമസഭാ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അതിൽ പാലക്കാട്ടെ DCC നേതാക്കന്മാർ വലിയ അമർഷവും വലിയ എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് മറുപടി രാഹുൽ മാങ്കൂട്ടം നൽകുന്നു. അതായത് സ്ഥാനാർത്ഥി താനാകണമെന്ന ചർച്ച പോലും കോൺഗ്രസിൽ നടക്കാത്ത പക്ഷം അത്തരത്തിൽ പാലക്കാട്ടെ DCC കമ്മിറ്റിയിൽ നിന്നും ഒരു വിമർശനമോ ആക്ഷേപമോ അല്ലെങ്കിൽ ആരോപണങ്ങളോ തനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാം കലങ്ങി തെളിയുകയാണ്. ഷാഫി പറമ്പിൽ പറഞ്ഞ ചെറുപ്പക്കാരനായ നേതാവ് അത് രാഹുൽ മാങ്കൂട്ടമാണോ എന്ന് ഔദ്യോഗികപരമായി ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷെ പാലക്കാട്ടേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പിലിന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ UDFിലെ ചെറുപ്പക്കാരായ യുവ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന്റെ പുറത്ത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യത ഏറെയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നത് തള്ളിക്കളയുവാനും സാധിക്കില്ല.